ആയിഷ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടിയെ അർജുൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ക്യാരക്ടർ കണ്ടിട്ടാണ് അവൻ അവളെ ഇഷ്ടപ്പെട്ടത്. പർദ്ദയും ബുർക്കയായിട്ട് നടക്കുന്നോണ്ട് തന്നെ അവളുടെ മുഖം ഇതുവരെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും അവർ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ ആ രജിസ്റ്റർ മാരേജിന്റെ ദിവസം അവൾ അവിടേക്ക് വരുന്നില്ല. അവൾ വരാതിരിക്കാൻ വേണ്ടി വലിയൊരു കാരണം തന്നെ ഉണ്ടായിരുന്നു. അവൾ അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. അവളുടെ സ്നേഹം റിയൽ ആയതുകൊണ്ട് തന്നെ അർജുനെ തേടി 4 വർഷത്തിന് ശേഷം അവൾ തിരിച്ചു വരാണ്. എങ്ങനെയായിരിക്കും അവൾ തിരിച്ചു വന്നിട്ടുണ്ടാവുക, പിന്നീട് ലാസ്റ്റ് ഇവർ ഒന്നായിട്ടുണ്ടാവോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു മൂവി നമുക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് റീച്ച് ആവും. അപ്പൊ അതിനൊന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. അപ്പൊ ഒട്ടും ലാഗ് ആക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് അർജുന്റെ ഫൈനൽ എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് വേഗം തന്നെ കോളേജിലേക്ക് പോകുന്നുണ്ട്. ബാക്കി എല്ലാ സ്റ്റുഡൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. മിസ് ക്ലാസ്സിലെത്തുമ്പോൾ ഏറ്റവും നേരത്തെ വന്ന് അവൻ മാത്രമാണ് അവിടെ ചെന്നിരിക്കുന്നത്. അവൻ വേഗം തന്നെ പേപ്പർ തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ടൈം ആവാതെ പേപ്പർ കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. മിസ് വെയിറ്റ് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ ടൈം ആയതും അവർക്ക് പേപ്പർ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വേഗം അഡീഷണൽ ഷീറ്റ് വാങ്ങി അവൻ എക്സാം നന്നായി തന്നെ എഴുതിയിട്ട് മിസ്സിനോട് എക്സാം കഴിഞ്ഞു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാ ഇനി ഇവിടുന്ന് പോകാനായിട്ട് 45 മിനിറ്റ് 3/4 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറയാണ്. പക്ഷെ അർജുന് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. ആ ഒരു മിസ്സിനോട് അവൻ പറയാണ്, ഇന്നെന്റെ കല്യാണമാണ്, പ്ലീസ് എന്നെ ഒന്ന് വിടുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്സും അവനെ വിടുന്നുണ്ട്. എന്നെ ബ്ലസ് ചെയ്യണമെന്നും പറഞ്ഞ് അവൻ വേഗം തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാണ്. അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കല്യാണം കഴിക്കുന്നത് ആലോചിച്ച്. ഐഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവനിപ്പോ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അവരും അവന്റെ ഫ്രണ്ട്സും കുറെ നേരമായി അവൾക്ക് വേണ്ടി കല്യാണ വേഷമൊക്കെ ഇട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ എത്ര വെയിറ്റ് ചെയ്തിട്ടും അവൾ അവിടേക്ക് എത്തിയില്ല. അങ്ങനെ അവസാനം അവനക്ക് മനസ്സിലാവാണ് ഇനി അവള് വരാൻ പോകുന്നില്ലാന്ന്. അർജുനും അവിടെ നിന്ന് കരയുന്നുണ്ട്. അന്ന് മുതൽ അർജുനെ വെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും അവൻ ബുക്കിംഗ് ചെയ്ത് കറക്റ്റ് ടൈമിന് മാത്രമേ അവിടെ എത്തൂ. എത്ര സീരിയസ് ആയ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിലും അവനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവനക്ക് ഫസ്റ്റ് തന്നെ കയറണം. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ടിന്റെ മേത്ത് ഒരു പ്രേതബാധ ഉണ്ടെന്നും പറഞ്ഞ് സ്വാമി പറഞ്ഞതനുസരിച്ച് അവർ കേരളത്തിലുള്ള വേറൊരു സ്വാമിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടെ കുറച്ച് ദിവസം നിൽക്കേണ്ടി വരുന്ന സ്വാമി പറയാണ്. അതിനവര് സമ്മതിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ ശ്രദ്ധിക്കുന്നത്. അവനക്ക് വെയിറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളോട് ഡയറക്റ്റ് പോയിട്ട് ഒന്ന് തിരിയോ ഫേസ് കാണാനാണെന്ന് പറയാണ്. അവനക്ക് വെയിറ്റ് ചെയ്യണ തീരെ ഇഷ്ടമല്ലാന്നും അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് ഞാൻ ഫേസ് കണ്ടത്, അത്രേ ഉള്ളൂ ബൈ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അവനെ കുറിച്ച് അറിയാനായിട്ട് അവൾക്കും നല്ല ആകാംക്ഷ തോന്നുന്നുണ്ട്. അവളുടെ പേര് അമല എന്നായിരുന്നു. അങ്ങനെ അമലയും അർജുനും ഒരുപാട് സംസാരിച്ച് അവര് തമ്മിൽ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. അർജുനാണെന്ന് വെച്ചാല് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയില്ലേ ഐഷ, അവളുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഈ ഒരു അമലയില് തോന്നുന്നുണ്ട്. ഒരു ദിവസം അമലയും അർജുനും കൂടി അവിടെ നാടൊക്കെ ചുറ്റിക്കാണുന്നതിന്റെ ഇടയിൽ അവൾ വല്ലാതെ ടയേർഡ് ആവുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ബോട്ട് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അർജുന് അവളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ബോട്ട് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് ഒരു ചെറിയ ആൺകുട്ടി വയ്യാതെ അവിടെ വീണ് കിടക്കുന്നത് കാണുന്നത്. അവനും ടെൻഷനോടുകൂടി ആ ഒരു ആൺകുട്ടിയെ എടുത്തുകൊണ്ട് അവിടെ നാട്ടുവൈദ്യം ചെയ്യുന്ന ഒരു വീടുണ്ടായിരുന്നു, അവിടെ കൊണ്ടാക്കാണ്. എന്നിട്ട് ആ ഒരു കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നവരെ അവൻ ആ കുട്ടിയുടെ കൂടെ നിൽക്കാണ്. അമലനിപ്പോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവൻ ഇവിടേക്ക് വന്നേന്നുള്ള കാര്യം പോലും അവനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് തിരിച്ച് അവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അമലയുടെ ഗ്രാൻഡ്മ മുത്തശ്ശി അവളെ കാണാനില്ല എന്നും എവിടെ പോയിന്ന് അറിയില്ല എന്നും ടെൻഷനോടുകൂടി പറയുന്നത്. അപ്പോഴാണ് അർജുന് ഓർമ്മ വരുന്നത് അവളോട് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ അർജുനും വേഗം തന്നെ അവൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കായിരുന്നു. രാത്രി സമയമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ അവിടെ നിന്ന് എണങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അർജുൻ ഇതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് ഈ രാത്രിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് പേടിയില്ല എന്ന് ചോദിക്കാണ്. എനിക്ക് അതിനൊന്നും പേടിയില്ല, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ, അതാണ് ഞാൻ വെയിറ്റ് ചെയ്തതെന്നും പറഞ്ഞ് അമൽ അവിടെ നിന്ന് പോകുന്നത്. അവൻക്ക് അവന്റെ നഷ്ടപ്പെട്ടു പോയ ഐഷനെ കിട്ടിയ പോലെ ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവര് തമ്മിൽ അങ്ങനെ ആ ഒരു സ്നേഹം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അർജുന് അവളോടും ഇഷ്ടം തോന്നുന്നുണ്ട്. നാളെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അമല അർജുനോട് പറഞ്ഞിട്ട് ഒരു ഉമ്മയും കൊടുത്ത് അവിടെ നിന്ന് ഓടി പോവാണ്. പിറ്റേ ദിവസം രാവിലെ അമലിനെ കാണാൻ പോവാനായിട്ട് അർജുന് പറ്റിയില്ല. കാരണം അവന്റെ ഫ്രണ്ടിന്റെ ബാധ ഒഴിപ്പിക്കാനായിട്ടല്ല കേരളത്തിൽ വന്നത്. ഫ്രണ്ടിന്റെ ബാധ ഒഴിപ്പിക്കലൊക്കെ കഴിഞ്ഞു, ഇനി പോകാമെന്ന സ്വാമി പറയാണ്. അതിനുശേഷമാണ് അമലയെ കാണാൻ വേണ്ടി അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോകുന്നത്. പക്ഷെ അമൽ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് രാവിലെ അവൾ അവിടെ നിന്ന് പോയിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയാണ്. അതുകൊണ്ട് തന്നെ അർജുനും വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അവളെ വല്ലാതെ തന്നെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഇപ്പൊ അവൻ അവന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് പോലും അമലയെ പറ്റിയിട്ടുള്ള ഓർമ്മകള് അവനെ വിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അവൾ അവനക്ക് വല്ലാതെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവൾ അന്ന് കേരളത്തിൽ വെച്ചിട്ട് അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവളെ സെർച്ച് ചെയ്യാമെന്ന് അർജുനും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ പോയി ചോദിച്ച് അവസാനം അവൻ അമലയുടെ വീട്ടിലെത്തുന്നുണ്ട്. അവൾ അച്ഛനെ കണ്ടതും എനിക്ക് അമലയെ ഒന്ന് കാണണം, ഞങ്ങൾ കേരളത്തിൽ വെച്ച് ഇന്ന ദിവസം
മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്നാൽ അച്ഛൻ പറയാണ് അവൾ ഒരു ആക്സിഡന്റ് മരിച്ചു പോയിട്ട് കുറച്ച് നാളായിന്ന്. അവനിക്കിത് കേട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അവനപ്പോ ഫോണിൽ നിത്യയുടെ ഫോട്ടോ കാട്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് അമലയല്ലെന്നും നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണെന്നും ആ ഒരു അച്ഛൻ പറയാണ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അർജുനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബൈക്കിന്റെ ഫ്രണ്ടിലൂടെ ഒരു പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ സെക്കൻഡ് മാത്രമേ അവൻ ആ ഒരു കുട്ടിയുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അത് ഇമാജിൻ ചെയ്തെടുത്ത് കേരളത്തിൽ കണ്ട അമലയാണ് അതെന്ന് അവനക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയെ അവൻ ഫോളോ ചെയ്ത് പോവാണ്. എന്നിട്ട് അവളുടെ കൈ പിടിച്ചതിന് ശേഷം അവൻ ചോദിക്കുകയാണ്, അമല എന്ത് പറ്റി നിനക്ക്, നീ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നേന്ന്. എന്നാൽ അവള് ദേഷ്യത്തോടുകൂടി അതിന് നീങ്ങിയതാ, എനിക്ക് നിന്നെ അറിയൊന്നുമില്ല എന്ന് പറയാണ്. നമ്മളല്ലേ കേരളത്തിൽ വെച്ച് മീറ്റ് ചെയ്തത്, ഞാൻ അർജുന, നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവള് ദേഷ്യപ്പെട്ടോണ്ടേ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അമലയുടെ ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. എന്നിട്ട് അമലയോട് ഉള്ളിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. നീ ആരാണെന്നും എന്തിനാ അവളിങ്ങനെ ശല്യം ചെയ്യുന്നതെന്നും ഫ്രണ്ട് ചോദിച്ചതും അർജുൻ പറയാണ്, ഞങ്ങൾ കേരളത്തിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവളൊക്കെ എന്നെ അറിയാം, അവൾക്ക് ഇപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. അത് കേട്ട ആ ഒരു ഫ്രണ്ട് പറയാണ്, ഞങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അവളുടെ മേത്തുണ്ടായിരുന്ന പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ പേര് അമല എന്നല്ല നിത്യ എന്നാണെന്ന് പറയാണ്. ആക്ച്വലി നിത്യയുടെ മേത്ത് അമല എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ പ്രേതം കയറിയേക്കുന്നതായിരുന്നു. ആ ഒരു പ്രേതത്തിനായിട്ടാണ് അർജുൻ സംസാരിച്ചിരുന്നതൊക്കെ. അവളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അന്ന് തന്നെ നിത്യ തിരിച്ച് നാട്ടിലേക്ക് പോയതുകൊണ്ടാണ് അന്നത്തെ ദിവസം അർജുനെ നിത്യയെ കാണാൻ പറ്റാതായത്. ഇപ്പൊ അർജുന് മനസ്സിലാവുന്നുണ്ട് നിത്യയുടെ മേത്തുണ്ടായിരുന്ന അമല എന്ന് പറഞ്ഞ പ്രേതത്തിനെയാണ് അവൻ സ്നേഹിച്ചിരുന്നത് എന്നുള്ള കാര്യം. ഇതെല്ലാം അവന്റെ ഫ്രണ്ടിനോട് അവൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു പ്രേതത്തെയാണ് ഞാൻ സ്നേഹിച്ചത്, കേരളത്തിൽ വെച്ച് എനിക്ക് അവളോടാണ് ഇഷ്ടം തോന്നിയതെന്നെല്ലാം. ആ ഒരു സമയത്ത് അവനക്കൊരു കോള് വരുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാല് ഞാൻ അമലയാണെന്നും ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നുണ്ടെന്നും പറയാണ്. അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പോ അമല എന്ന് പറഞ്ഞ ആ ഒരു പ്രേതായിരുന്നു അവനക്ക് വിളിച്ചിരുന്നത്. ഒരു പ്രേതം ഇപ്പോഴും അർജുനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അർജുനും ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാതെ സൈലന്റ് ആയിട്ട് നിൽക്കാണ്. അവനാകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അമല ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കൂടി അറിഞ്ഞതോ അവൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. ഓഫീസിൽ ഇരിക്കുന്ന സമയം ഒരു പയ്യൻ വന്ന് അർജുനോട് പറയാണ്, നിങ്ങളെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന്. ആരായിരിക്കും, ഇനി അത് അമലായിരിക്കും എന്ന് പേടിച്ച് അവൻ പോയി നോക്കുമ്പോഴാണ് അത് നിത്യയായിരുന്നു. നിത്യയാണ് ഇപ്പൊ അർജുനെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അർജുന നിത്യൻ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നിത്യ പറയാണ്, ഫ്രണ്ട് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്, ഞാനും നീയും കേരളത്തിൽ വെച്ച് എന്തോ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ. ഐ മീൻ എന്റെ മേത്തുണ്ടായിരുന്ന പ്രേതവും നീയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ. സത്യമായിട്ട് എനിക്ക് ഇതൊന്നും ഓർമ്മയില്ല, ഞാൻ ഇതൊന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവര് കുറച്ചു നേരം സംസാരിച്ചു നിന്നതിന് ശേഷം നിത്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അമലയും അവനക്ക് കോൾ ചെയ്തതിന് ശേഷം ഞാൻ വന്നോണ്ടിരിക്കുകയാണെന്നും രാത്രിക്കുള്ളിൽ എന്തായാലും ഞാൻ അവിടെ എത്തുമെന്നും പറയാണ്. അത് മാത്രമല്ല എന്നെ പിക്കപ്പ് ചെയ്യാനായിട്ട് നീ തന്നെ വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അർജുന് രാത്രി കുറച്ച് വർക്ക് ഉണ്ടതും അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല, ഞാൻ എന്റെ കൂട്ടുകാരെ നിന്നെ പിക്കപ്പ് ചെയ്യാനായിട്ട് അയക്കാമെന്ന് അവളോട് പറയാണ്. എങ്ങനെയെങ്കിലും അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അർജുൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ ഒരു പ്രേതത്തിന്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോയി കുടുക്കിയില്ലെന്നും പറഞ്ഞ് അത് ടെൻഷനിൽ നിൽക്കാണ്. അവർക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിങ്ങൾ അവളോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കണം, എവിടെ നിന്നാണ് വന്നത് അങ്ങോട്ട് തന്നെ പൊക്കോട്ടെ എന്ന് പറയാണ്. ഇപ്പൊ ഫ്രണ്ട്സും പേടിച്ചോണ്ട് തന്നെ അവളെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവളോട് ഭയങ്കര റോങ് ആയിട്ട് പെരുമാറാൻ നോക്കിയ 4 പയ്യന്മാരെ അവൾ വല്ലാതെ അടിക്കുന്നത് ഈ ഫ്രണ്ട്സ് കാണാണ്. അതുകൊണ്ട് തന്നെ അവളോട് കാര്യങ്ങൾ പറയാനായിട്ട് ഇവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാത്രി തിരിച്ച് വീട്ടിലേക്ക് എത്തിയ അർജുനാന്ന് വെച്ചാൽ ഫ്രണ്ട്സിനോട് എന്തായി എല്ലാം സെറ്റ് അല്ലേ, അവളെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞയച്ചില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ടെറസിന്റെ മുകളിൽ നിന്ന് അവനൊരു സൗണ്ട് കേൾക്കുന്നത്. എന്താണതെന്ന് നോക്കുമ്പോൾ അമല ആ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൻ കാണുന്നുണ്ട്. അതായത് ഈ ഫ്രണ്ട്സിന് പേടിയായോണ്ട് തന്നെ അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇപ്പൊ ഈ ഒരു വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അർജുനെ കണ്ട അമലയും ഓടിപ്പോയി അവനോട്, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. എന്നാൽ അവൻ പേടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പേടി തന്നെ പറയാണ്, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, കുഴപ്പമില്ലാന്ന്. ഇപ്പൊ അമലയും അർജുന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ ഈ ഒരു ബോഡിയിൽ കയറിയതെന്ന്. അപ്പോഴാണ് അമല കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഒരു പെണ്ണിന്റെ പേര് പാർവതി എന്നായിരുന്നു. അവള് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന സമയത്താണ് അമല അവളുടെ ബോഡിയിലേക്ക് കയറിയത്. എന്തായാലും അവള് സ്വയം നശിക്കാൻ നോക്കായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കയറിയത് വലിയ തെറ്റൊന്നല്ല, അവളുടെ ജീവിതം ശരിക്കും ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും സമാധാനത്തോടുകൂടി ഈ ഒരു ബോഡിയിൽ നിന്ന് സുഖമായിട്ട് ജീവിക്കാമെന്ന് അമല പറയുന്നുണ്ട്. ഇപ്പൊ അവര് രണ്ടുപേരും ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അമലക്കാണെങ്കിലോ പോസസീവ്നെസ് ഭയങ്കര കൂടുതലായിരുന്നു. ഒരു പെൺകുട്ടിയോട് സംസാരിച്ചാലോ ഒന്ന് ടച്ച് ചെയ്താലോ അവൾക്ക് തീരെ സഹിക്കില്ലായിരുന്നു. പേടിച്ചിട്ട് അവനാണെന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടിയും അവന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുമായിരുന്നു. ഒരു ദിവസം അമല അർജുനെ വിളിച്ചിട്ട്, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്നും ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറയാണ്. എന്നാൽ അർജുനെ കുറച്ചു നേരം മുന്നേ നിത്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അത്യാവശ്യമായിട്ട് അവനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമലയോട് അവൻ നുണ പറയാണ്. എനിക്കിന്ന് രാജമൗലി സാറിന്റെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നും അതുകൊണ്ട് ഞാൻ വരാൻ
ലേറ്റ് ആവും, നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറയാണ്. അമലെ സന്തോഷത്തോടുകൂടി തന്നെ ഓക്കെ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് നീ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം എന്ന് പറയാണ്. ഇപ്പൊ അമലക്ക് ആ ഒരു സമയത്ത് ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ടിവിയിൽ ഇപ്പൊ രാജമൗലി സാറിന്റെ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അർജുൻ അവളോട് നോണ പറഞ്ഞതാണെന്ന്. ഇപ്പൊ നിത്യയുടെ കൂടെ ഒരു റെസ്റ്റോറന്റില് അർജുൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യയുടെ അച്ഛൻ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അവൾക്ക് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ലാന്നും, പക്ഷെ അർജുനോട് അവൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയോണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാന്നും പറഞ്ഞു. ഈ ഒരു സമയത്ത് അവൻ അവിടെ നിന്ന് മാറി നിന്നിട്ട് അവന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നിത്യ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്നും ഒരു ക്ലൂ പോലും തരാതെ അവൾ എന്നെ പ്രപ്പോസ് ചെയ്തെന്നും പറയാണ്. ഈ ഒരു സമയത്ത് ആ ഫ്രണ്ടിന്റെ കൂടെ അമലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫോൺ സ്പീക്കറിലായോണ്ട് തന്നെ അവളും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവള് ഭയങ്കര ദേഷ്യത്തോടുകൂടി അവരുള്ള ആ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാണ്. അമലയും അവരെ കാണാൻ വേണ്ടി ലിഫ്റ്റിൽ പോകുന്ന സമയത്താണ് അർജുനും നിത്യം ക്ലോസ് ആയിട്ടിരിക്കുന്നത് അവളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ സങ്കടാവുന്നുണ്ട്. ഇപ്പൊ അർജുൻ തന്നെ ചതിക്കുകയാണെന്ന് അമല വിചാരിക്കുകയാണ്. അമല ഒന്നും മിണ്ടാതെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോ അർജുനും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അർജുനോട് അമല പറയാണ് അർജുൻ വന്ന് കഴിക്കാനായിട്ട്. അവൻ ഓൾറെഡി ആ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. അവന്റെ വയറ് ഫുള്ളാണെങ്കിൽ പോലും അമലനോട് അത് പറയാനായിട്ട് പറ്റൂലല്ലോ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അവൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്ത് അമല ചോദിക്കുന്നുണ്ട് മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു രാജ്മൗലി സാറിനായിട്ട്, മീറ്റിംഗ് ഒക്കെ നന്നായി പോയോന്ന്. അവനും കഷ്ടപ്പെട്ടെന്നാണ് പറയാണ് ആ മീറ്റിംഗ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ഭയങ്കര ദേഷ്യത്തോടുകൂടി അമല പറയാണ് നീ ഇനി എത്ര നാൾ എന്നോട് നുണ പറയാനായിട്ട് പോകുന്നു. അവൾ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അർജുനും മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലെന്നും അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിനക്കത് മനസ്സിലാവുന്ന്. ഞാൻ ആരാണെന്ന് പോലും നിനക്ക് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ അർജുൻ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അമല അപ്പൊ പറയാണ് ഞാനാണ് നിന്റെ ഐഷ എന്ന്. ഐഷ അർജുനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ഒരു രജിസ്റ്റർ മാരേജ് വരെ പോയിട്ടുണ്ട്. പക്ഷെ അത് വരാത്തോണ്ടാണ് അവർ കല്യാണം കഴിക്കാതിരുന്നത്. അപ്പോഴാണ് ഇവരുടെ ആ ഒരു സ്റ്റോറി കാണിക്കുന്നത്. ഒരു ദിവസം അർജുന് റോഡിലൂടെ പോകുന്ന സമയത്ത് കുടിച്ചു വന്ന ഒരു ഹസ്ബൻഡ് അവന്റെ ഭാര്യയെ ഒരു കാറിന്റെ ചില്ലിലായിട്ട് അവളുടെ തല ഇടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾക്ക് ഒരുപാട് പരിക്ക് പറ്റാണ്. അപ്പോഴാണ് അർജുൻ ആദ്യമായിട്ട് ഐഷനെ മീറ്റ് ചെയ്യുന്നത്. ഐഷ അർജുന് ഓടി വന്ന് കഷ്ടപ്പെട്ട് ആ ഒരു ഭാര്യയെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഐഷ അർജുനോട് പോയി താങ്ക്സ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ നിന്നതിൽ. അർജുന്റെ കൈ അന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഐഷയും നഴ്സിനെ വിളിച്ച് അത് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം ഉണ്ട്. പിന്നീട് റൂട്ടിലെല്ലാം വെച്ച് അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുമായിരുന്നു. അവന്റെ കയ്യിൽ ആ മുറിവ് എങ്ങനെയുണ്ടെന്നെല്ലാം ഐഷ ചോദിക്കുന്നുണ്ട്. അപ്പൊ പതുക്കെ പതുക്കെ ഐഷയുടെ ക്യാരക്ടറോട് തന്നെ അർജുനും അവളോട് എന്തോ ഒരു ഇഷ്ടം തോന്നാണ്. പക്ഷെ ഇതുവരെ ഐഷയുടെ മുഖം അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അവള് ബുർക്ക് ഉപയോഗിക്കുകയായിരുന്നു. അന്ന് മാത്രമേ അവൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവൾ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചോണ്ട് അർജുനും അവളെ ദിവസേന ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഐഷക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഇവൻ വേറെ ലെവലിലേക്കാണ് പോകുന്നത്, ഇഷ്ടപ്പെടാനെന്നൊക്കെ. ഡയറക്റ്റ് അർജുൻ അവളോട് ചെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവള് റിജക്ട് ചെയ്യാണ്. പക്ഷെ ആക്ച്വലി അവൾ അർജുനെ എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ടായിരുന്നു. അവൾക്കും അർജുനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തുറന്നു പറയാനായിട്ട് ഒരു മടിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസം ഐഷനെ അവൻ ഫോളോ ചെയ്യാതെ ഐഷ ആണെന്ന് വെച്ചാല് അവനെങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അവസാനം അവള് പോയി മീറ്റ് ചെയ്യാണ്. ആ സമയത്ത് അർജുനും നമുക്ക് കല്യാണം കഴിക്കാന്നും പറഞ്ഞ് അവൾക്ക് വേണ്ടി ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സാരി അവൾക്ക് കൊടുക്കാണ്. നാളെ തന്നെ നമുക്ക് കല്യാണം കഴിക്കാം, 12 മണിയാകുമ്പോൾ നീ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണമെന്ന് പറയാണ്. അവൾ ആ ഒരു സാരി എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം കോളേജിലാന്ന് വെച്ചാല് കുറച്ച് പൊട്ട പയ്യന്മാര് സിഗരറ്റ് എല്ലാം വലിച്ച് പ്രശ്നം ഉണ്ടാക്കിയോണ്ട് തന്നെ അവരെ ഇവൾ അടിക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ഇത്ര നാളും പറഞ്ഞിട്ടോണ്ട് വന്നിരുന്ന ഐഷ ആണെന്ന് വെച്ചാല് അവൻ വാങ്ങിക്കൊടുത്ത സാരി കൊടുത്ത് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഗുണ്ട പയ്യന്മാര് ഇവളെ ഫോളോ ചെയ്ത് വരുന്നത്. അങ്ങനെ ഈ ഒരു പയ്യന്മാരെ ലോറി ഇരിക്കുന്നുണ്ട്. അത് കണ്ട ഐഷയും ആകെ ഷോക്കായി അവിടെ നിൽക്കാണ്. ഈ സമയത്ത് എല്ലാം രജിസ്റ്റർ ഓഫീസിൽ നിന്നുകൊണ്ട് അർജുൻ അവളെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ലോറി വന്ന് അവളെ ഇടിച്ചിടാണ്. അങ്ങനെയാണ് ഐഷ മരിച്ചു പോയത്. അതുകൊണ്ടാണ് ഐഷ അന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് വരാതെ ഇരുന്നത്. 4 വർഷത്തിന് ശേഷമാണ് നിത്യയുടെ ബോഡിക്ക് തന്നെ അവൾക്ക് കയറാനായിട്ട് പറ്റിയത്. നിത്യയുടെ ബോഡിയിൽ കയറിയതും അവൾ അർജുനെ കേരളത്തിൽ വെച്ച് മീറ്റ് ചെയ്യാണ് ചെയ്തത്. അർജുൻ തന്നെ മറന്നിട്ടില്ലാന്ന് അവന്റെ ഓരോ പ്രവൃത്തിയിലും അവൾക്ക് മനസ്സിലാവാണ്. അതാണ് ഇപ്പോഴും അവനെ ഫോളോ ചെയ്തുകൊണ്ട് അവള് നടക്കുന്നത്. പക്ഷെ അർജുൻ സ്നേഹിച്ചത് നിത്യയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഐഷനെ അല്ലാന്നും നിത്യയാണെന്നും ഐഷ പറയാണ്. അതിനുശേഷം ഞാൻ ഇനി നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞ് പാർവതിയുടെ ദേഹത്ത് നിന്ന് അവള് ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു സമയത്തല്ല അർജുൻ എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ ഐഷ നിൽക്കാതെയാണ് പോയത്. പാർവതി ഇപ്പൊ ബോധം വന്നോണ്ട് തന്നെ ഞാനിപ്പോ എവിടാന്ന് ആകെ ടെൻഷനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അർജുൻ നടന്ന കാര്യങ്ങളെല്ലാം പാർവതിയോടും പറയാണ്. ഐഷയെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവള് തിരിച്ചു വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പാർവതി സൂയിസൈഡ് ചെയ്യാൻ പോയേക്കായിരുന്നല്ലോ. അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരാളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് പോയത്. ആ ഒരാൾ അവിടേക്ക് വരുന്നുണ്ട്.
വരുന്നുണ്ട്. എന്നിട്ട് അർജുനായിട്ട് വലിയ ഫൈറ്റ് തന്നെ ഉണ്ടാവാണ്. അർജുൻ ആ ഒരു ഫൈറ്റിൽ നല്ല കടി കൊള്ളുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റ് ആയിട്ട് ഐഷ പാർവതിയുടെ ബോഡിയിലേക്ക് കയറിയിട്ട് ഈ ഒരാളുമായി ഫൈറ്റ് ചെയ്ത് അർജുനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാണ്. എന്നിട്ട് നിത്യനെ വിളിച്ചിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നും വേഗം വന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറയാണ്. നിത്യ പക്ഷെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെങ്കിലും അർജുനെ കാണാനായിട്ടല്ല പോയത്. അവള് നേരെ ആയിഷനെ കാണാനായിട്ട് പോവാണ്. എന്നിട്ട് അവളോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ആക്ച്വലി അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് അവർ രണ്ടുപേരും ക്ലോസ് ആയിട്ടിരുന്നില്ല. അത് നിത്യ പെട്ടെന്ന് സഡൻ ആയിട്ട് എടുത്തൊരു മൂവ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ അത് തടയാൻ പറ്റിയില്ല. പക്ഷേ ആയിഷ ഇത് കണ്ടുപോയതും അവൻ അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അമലയോടാണ് ഇഷ്ടമെന്നും അമല നിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിന്നെ സ്നേഹിച്ചത്. അമലയുടെ പെരുമാറ്റവും എല്ലാം എന്റെ ആയിഷയുടെ പോലെയാണെന്നെല്ലാം അവൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആയിഷക്കും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവൻ മറന്നിട്ടില്ല എന്ന് വിചാരിച്ച അവളും മയങ്ങി കിടക്കുന്ന അർജുനെ കാണാനായിട്ട് അവൻ കിടക്കുന്ന റൂമിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴും അർജുൻ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവന്റെ അടുത്ത് സ്നേഹത്തോടുകൂടി ആയിഷ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അർജുന്റെ ഫ്രണ്ട് അവിടേക്ക് വന്നിട്ട് നീ ഉണ്ടാക്കുന്ന ഫുഡ് അർജുൻ വല്ലാതെ ഇഷ്ടമാണ്, അതുകൊണ്ട് വീട്ടിൽ പോയി നല്ല ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് ചോദിക്കുകയാണ്. ആയിഷയും ആ ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാക്കാന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അർജുന്റെ ഫ്രണ്ട് അവനെ വിളിക്കുന്നുണ്ട്. കണ്ണ് തുറന്ന അർജുനോട് ഫ്രണ്ട് പറയാണ്, നീ പേടിക്കണ്ട, അവളുടെ ശല്യം ഇനി നിനക്ക് ഉണ്ടാവില്ല. വീട്ടിൽ ഞാൻ ഒരു കേരളത്തിലുള്ള സ്വാമിയെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇന്ന് തന്നെ അവളുടെ ശല്യം നിനക്ക് ഒഴിവാക്കി തരാമെന്ന്. പക്ഷെ അർജുൻ ഫ്രണ്ടിനോട് ദേഷ്യപ്പെടാണ്. എനിക്ക് അവളെയാണ് ഇഷ്ടമെന്നും അവൾ എന്റെ ആയിഷയാണെന്നും പറയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഈ സ്വാമിയെ തടയാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവരവിടെ എത്തി ഉറക്കെ ആയിഷൻ അർജുൻ വിളിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെ ആ ഒരു സ്വാമി ആയിഷയുടെ പ്രേതത്തെ കുപ്പിക്കുള്ളിലാക്കാണ്. അവൻ ആ സ്വാമിയോട് കെഞ്ചി പറയുന്നുണ്ട് അവളെ പുറത്തു വിടാനായിട്ട്. പക്ഷെ ഇത് നിയമവിരുദ്ധാണെന്നും മരിച്ചവർക്ക് വേറൊരു ലോകമുണ്ട്, അവരൊരിക്കലും ഭൂമി ജീവിക്കരുതെന്നും ആ സ്വാമി പറയാണ്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അർജുനും അതിന് മനസ്സോടെ സമ്മതിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നിത്യ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ്. ആ സമയത്ത് അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. അവൾക്ക് ഒരു ലിഫ്റ്റും കൊടുക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് ഒരു പെങ്കൊച്ചിനെ കുറച്ച് പയ്യന്മാര് ഡിസ്റ്റർബ് ചെയ്യുന്നത് കണ്ട നിത്യാന്ന് വെച്ചാൽ അവരോട് പോയി തല്ലുണ്ടാക്കാണ്. ഇവളുടെ ആക്ഷൻസ് ഒക്കെ കണ്ട അർജുനും മനസ്സിലാവുന്നുണ്ട് നിത്യയുടെ മേത്ത് ഇപ്പൊ ഉള്ളത് ആയിഷയുടെ ആത്മാവാണെന്നുള്ള കാര്യം. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആയിഷയുടെ ആത്മാവ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിത്യക്കുള്ളിൽ ഇപ്പോ ആയിഷ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയ അർജുനും നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു.